ഒരു ചായ കുടിക്കാതെ ഇന്നത്തെ ദിവസം എങ്ങനെ തുടങ്ങാം? ഇപ്പൊ നമ്മള് ചായ കുടിച്ചോണ്ടാവട്ടെ ഇന്നത്തെ ദിവസത്തെ തുടക്കം. അപ്പൊ വെൽക്കം ടു ഡബ്ലിൻ ബല്ലു വേൾഡ്. ഡബ്ലിൻ ബല്ലു വേൾഡ് എന്ന ചാനൽ നിങ്ങൾ ഒരുപക്ഷെ കുറച്ച് പേരെ കാണുന്നുണ്ടാവും. സോ സമയമുള്ളവരൊക്കെ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് എൻഗേജ് ചെയ്യാൻ ശ്രമിക്കുക. സോ വി വിൽ ഡെഫിനറ്റ്ലി അപ്ലോഡ് വീഡിയോസ് റിലേറ്റഡ് ടു travel, pilgrimage to our exciting videos, അങ്ങനെ കുറെ കാര്യങ്ങളുമായിട്ട് നമ്മുടെ വീഡിയോസ് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ വാച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ ഡു സബ്സ്ക്രൈബ് ആൻഡ് സപ്പോർട്ട്, കീപ് ലൈക്സ് എല്ലാം നമ്മൾ പ്രോത്സാഹിപ്പിക്കുക. ആൻഡ് വെൽക്കം ടു ടൈസ് ജസ്റ്റ് ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നതോളൂ. അപ്പം ഇന്നൊരു കുക്കിംഗ് വ്ളോഗുമായിട്ട് വന്നിരിക്കുന്നത്. നമ്മൾ കുറച്ച് കുക്കിംഗ് ചെയ്യുന്നത്, അപ്പോൾ അതിന് വീഡിയോസ് ഒക്കെ കാണിച്ചു തരാം. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അതുപോലെ നിങ്ങൾ പറ്റുന്ന രീതിയിൽ പ്രോത്സാഹിക്കുക, സപ്പോർട്ട് തരിക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു വർക്കിംഗ് ഡേ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് വന്നതേ ഉള്ളൂ. കുറച്ച് മഴയും കാര്യങ്ങളൊക്കെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറേ ദിവസത്തെ മേലേക്കുള്ള സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ എൻകറേജ്മെന്റ് ആണ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വലിയ സാധനങ്ങൾ, എല്ലാവർക്കും താങ്ക് യു. നല്ലൊരു ദിവസമായിട്ട് എല്ലാവർക്കും വെൽക്കം ടു ഡബ്ലിൻ ബല്ലു വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കുക്കിംഗ് വ്ലോഗിൽ ചെയ്യാൻ പോകുന്ന ഒരു വിഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ സാധാരണ നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ അറിയത്തില്ല, ജസ്റ്റ് ഒരു വെജ് പോലെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ അത് അതിനുണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പം അതിനകത്ത് കുറച്ച് ഇൻഗ്രീഡിയൻസ് ഒക്കെ വേണം. മെയിനായിട്ട് ക്യാരറ്റ്സ്, മഷ്റൂംസ്, അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ്, മുട്ട, കുറച്ച് മാവ്, ഇതൊക്കെയാണ് ഉപയോഗിക്കുന്നത്. അപ്പം അത് വെച്ചുകൊണ്ട് നമ്മൾ അടിപൊളി ഒരു വെജിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്നെങ്കിൽ നമുക്ക് 4 മണിക്ക് കഴിക്കാം, എന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ കഴിക്കാൻ പറ്റിയ ഒരു സാധനമാണ്. അപ്പം അതെൻ്റെ ഒരു ട്രൈ ആണ്. ആക്ച്വലി ഞാൻ എവിടെയും കണ്ടിട്ട് ചെയ്യുന്നതല്ല. അപ്പം എനിക്ക് ഇഷ്ടം തോന്നിയ ഒരു കാര്യമാണ് അങ്ങനെ ചെയ്യാൻ വിചാരിച്ചത്. അപ്പം അങ്ങനെ ചെയ്യാൻ വിചാരിച്ചിട്ടാണ് തോന്നിയത്. അപ്പോൾ നമ്മൾ ഇന്ന് അതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ചിക്കൻ ഉണ്ടാക്കണം, പിന്നെ റൈസ് ഉണ്ടാക്കണം, അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം നമ്മൾക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയിട്ട് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് വേണം. അത്യാവശ്യം നമ്മളൊരു 3, ഞാൻ ആദ്യം പറഞ്ഞ പോലെ എന്താ പറയുക, റെഡ് ഒനിയനാണ് നമ്മൾ എടുത്തായിരുന്നു കേട്ടോ. ഒരു 3 റെഡ് ഒനിയൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇത് ഭയങ്കര ആക്ച്വലി കണ്ണിന് എന്താ പറയുക, കണ്ണിൽ വരുന്ന ഇതാണ്. ഇത് കണ്ട് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ റെഡ് ഒനിയൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനത് കളയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു ഡൈസർ ഓർഡർ ചെയ്തിട്ടുണ്ട് ആമസോണിൽ. അത് നല്ലൊരു കാര്യമാണ്. ഡൈസറാണെങ്കിൽ നമ്മുടെ കണ്ണിൽ അത്ര പ്രശ്നം ഉണ്ടാവില്ല. നമുക്ക് സവോള ചെയ്യാനൊക്കെ വളരെ കുറച്ച് ഈസിയാവും. അപ്പോൾ നമ്മുടെ 3 സവോള അങ്ങനെ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ചൊരു ഭാഗം മുട്ട ക്രൂസ് അല്ലെങ്കിൽ ക്യാബേജ് കൊണ്ടുവരുന്നു. ക്യാബേജിന്റെ വലിയ വർക്കിയിട്ടാണ്. പിന്നെ ഇച്ചിരി ക്യാരറ്റ് വേണം. ക്യാരറ്റ് എടുക്കുമ്പോൾ വരണം. അതെല്ലാം കൂടിയിട്ട് പിന്നെ മുട്ടയിട്ടിട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താ ഞാൻ കാണിച്ചു തരാം. പിന്നെ മഷ്റൂം കാര്യങ്ങളൊക്കെ ഞാൻ പോയിട്ട് റെഡിയാണ്. ഇതൊക്കെ ഭക്ഷണം ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ നമുക്ക് ഇതിന്റെ ആ ഒരു പ്രോസസ്സിംഗിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നമ്മൾ ഈ സാധനങ്ങളൊക്കെ ഉണ്ടായി വരുന്ന സമയത്ത് മുന്നേ ആയിട്ട് നമുക്ക് ഇച്ചിരി അരിയുണ്ട്. ബാസ്മതിയുടെ അരി കുറച്ചുണ്ട്. അരി തീരാറായി, അരി തീർന്നു, അരി മേടിക്കണം. അപ്പോൾ നല്ല അരി നമ്മൾ തേരി വെച്ചിട്ട് നമുക്ക് കഴിക്കാം. നല്ല രസമാണ്. അരി കഴിക്കുമ്പോൾ നമുക്കൊന്ന് പറ്റി എന്തെങ്കിലും വയ്ക്കാം. അപ്പോൾ ഇത് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് വൈകിട്ട് പോയിട്ട് അരി നമുക്ക് മേടിക്കണം. അവധിയുള്ള ദിവസമാണ്, നമുക്ക് പുറത്ത് പോകാൻ പറ്റിയ ദിവസമാണ്. മഴയൊക്കെയാണ്, എന്നാലും പോകണം. അതിൻ്റെ കാര്യങ്ങളൊന്നും ചെയ്യും. അപ്പോൾ നമ്മുടെ ചോറ് വെക്കാനുള്ള അരിയൊക്കെ ഞാൻ കഴുകിയിട്ട് ഇച്ചിരി വെള്ളമൊക്കെ എടുത്തിട്ട് അത് തേയില വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. അപ്പം നമുക്ക് അരി ഒന്ന് അടുത്ത് വയ്ക്കാം. അപ്പോൾ അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞ പോലെ ചിക്കനും കൂടെ കൂടിയിട്ട് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പം ഇത് സാൾട്ട് ആൻഡ് ചില്ലി വിങ്സ് ആണ് ഞാൻ മേടിച്ചേക്കുന്നത്. ഇത് ഏകദേശം €6 വരുന്നതാണ്. വളരെ ടേസ്റ്റിയാണ്. ഇത് മാരിനേറ്റഡ് ആണ്, നേരത്തെ മാരിനേറ്റഡ് സെൻറ്ററിൽ വെച്ചേക്കുന്ന സാധനമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ നമ്മൾ ഇച്ചിരി മഷ്റൂം ഇടുന്നുണ്ട്. പിന്നെ കുറച്ച് എന്താ പറയുക, വെജിറ്റബിൾസ് എല്ലാം ചേർക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് അറേഞ്ച് ചെയ്ത് വെക്കാം ആദ്യം കേട്ടോ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസ് ഞാനിവിടെ
കുറച്ച് ബ്രോക്കോളി എടുത്തിട്ടുണ്ട്. ബ്രോക്കോളിയും അതുപോലെ തന്നെ നമ്മുടെ മഷ്റൂം കൂടെ കൂടിയിട്ടാണ് നമ്മൾ ചിക്കൻ വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ നമുക്ക് ആദ്യം ഒന്ന് ഉണ്ടാക്കാം. നല്ല മണമൊക്കെയാണ്. ചിക്കൻ അതുപോലെ തന്നെ സോൾട്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു നല്ല ഗ്രേവിയൊക്കെ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. നല്ല ചിക്കൻ വിങ്സ് ആണ് കേട്ടോ. അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഈ സെൻട്രയുടെ ഈ ചിക്കൻ ഐറ്റംസ് എല്ലാം പറയാതിരിക്കാൻ പറ്റത്തില്ല. ഒന്നുവരെ പൊള്ളി സാധനമാണ്, അടിപൊളിയാണ്. ഞാൻ എപ്പോഴും മേടിക്കുന്ന ഒരു കാര്യമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത്. നല്ല അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ റെസിപ്പി വെക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ചിക്കൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മളിനി അത്യാവശ്യം വേണ്ട മഷ്റൂംസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനൊരു ഇച്ചിരി മഷ്റൂമും അതുപോലെ തന്നെ ബ്രോക്കലിയും കൂടെ ഇട്ടിട്ടാണ് ചിക്കൻ ഇത് വെക്കാനായിട്ട് പോകുന്നത്. ചോറ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചോറ് നല്ല അടിപൊളി മഷ്റൂമാണ് കേട്ടോ. നല്ല വലിയ സൈസ് മഷ്റൂമാണ്, ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ തന്നെ നല്ല വലിയ കഷ്ണമാണ് ബ്രോക്കലി വരുന്നത്. അപ്പോൾ അത് നമുക്ക് ഇത് നമുക്ക് അതിൻ്റെ കൂടെ ഒരു ചെറിയ സവോള നമുക്ക് കഴിഞ്ഞിട്ട് ഫ്രോസൺ ഐറ്റം അടിപൊളിയാണ്. പിന്നെ നമുക്ക് ഒരു ചെറിയ സവോള കൂടെ നമുക്ക് ഇതിലേക്ക് മാരിനേറ്റ് വെച്ചാൽ കൊണ്ട് പ്രത്യേകിച്ച് നമുക്ക് ഇതിനധികം ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ഞാൻ എപ്പോഴും നമ്മുടെ അടുത്ത് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് മേടിച്ചിട്ടുണ്ട്, അതിടും. പിന്നെ ഇച്ചിരി മുളക് പൊടി ഇടും. അത്യാവശ്യം മസാലകൾ നമുക്ക് ഇന്ത്യൻ രീതിയിൽ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഇടാം. പിന്നെ ഒരുപാട് സ്മെല്ല് വരാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ അതിനോട് ഉപയോഗിക്കാറുള്ളത്. അപ്പം നമുക്ക് ഇവിടെ കിട്ടുന്ന രീതിയിലുള്ള മസാലകൾ മാത്രമേ ഇടാറുള്ളൂ അതിനകത്ത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ ചിക്കനൊക്കെ എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് അത്യാവശ്യം നമ്മൾ വേണ്ട മഞ്ഞൾപ്പൊടി ഇടണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ മുളക് പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും മസാലകളുണ്ടെങ്കിൽ ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചേർത്തിട്ടാണ് നമ്മൾ അടുപ്പിലേക്ക് വെക്കാനായിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി ഞാൻ അടുപ്പത്ത് ചിക്കൻ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഒന്ന് തുറന്നതിന് ശേഷം നമുക്ക് അത്യാവശ്യം എന്ത് വേണ്ട കുറച്ച് നമ്മൾ ചേർക്കാനുണ്ട്. നമ്മൾ ഇച്ചിരി ഈ അതിന് വരുന്ന ചിക്കൻ സെൻറ്ററിൽ നമുക്ക് കിട്ടുന്ന ചിക്കൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചേർത്ത് വരുന്ന ചിക്കനാണ്. മിക്സ് എല്ലാ സോസുകളും ചേർത്ത് നമ്മുടെ മാരിനേഷൻ കഴിഞ്ഞ് വരുന്ന ചിക്കനാണ്. എങ്കിൽ കൂടി നമുക്ക് നമ്മുടേതായ മാരിനേഷൻ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അപ്പം അത്യാവശ്യം നമുക്ക് കുറച്ച് സോയാ സോസ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ഇച്ചിരി തൈം നമ്മുടെ ഒരു ഹെർബ് അത് അറിയാമല്ലോ, അത് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് വെളിച്ചെണ്ണ ഞാൻ ഇച്ചിരി എടുത്ത്, വെളിച്ചെണ്ണയാണ് നമ്മുടെ വെജിറ്റബിൾ ഓയിലാണ് ഒഴിക്കുന്നത്. അപ്പോൾ അത്ര നമ്മൾ ഒഴിച്ച് നമുക്ക് ആവിയിൽ വെച്ചിട്ട് നമുക്കൊന്ന് ഒട്ടും വെള്ളം ഒഴിക്കരുത്, വെള്ളം ഒഴിക്കാതെ ആവിയിൽ വെച്ചിട്ടാണ് ഒഴിച്ചെടുക്കാം. അപ്പോൾ നമുക്ക് തീ കത്തിച്ചിട്ട് ചെറുതായിട്ടൊന്ന് തീ കത്തിച്ച് കൊടുക്കാം. പതുക്കെ ആവി കയറി നന്നായിട്ടൊന്ന് മുരിഞ്ഞ് പറക്കി വന്നു കഴിഞ്ഞാൽ പൊളി. പ്രത്യേകിച്ച് നമ്മൾ പ്രത്യേകിച്ച് സാധനം ഇടേണ്ട ആവശ്യമെങ്കിൽ കൂടി നമുക്ക് ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതിൽ നിലക്ക് ഇട്ട് കൊടുക്കും. അപ്പോൾ ഞാൻ അത്യാവശ്യം മുളക് പൊടി മഞ്ഞപ്പൊടിയൊക്കെ ഒരു പകുതി വേവാകുമ്പോൾ പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. അപ്പം ആ ചാനൽ വിചാരിച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളവർക്ക് ഈ സെൻട്രയിൽ നിന്ന് കിട്ടുന്ന ഈ ഒരു ചിക്കൻസിന്റെ വെറൈറ്റീസ് മേടിച്ച് കഴിച്ചാൽ പൊളിയാണ്. അടിപൊളി പറയാതിരിക്കുന്നില്ല. നമ്മളെ ചിക്കനൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് അത്യാവശ്യം വെജിക്കുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. നന്നായിട്ട് ആയി വരുന്നുണ്ട്. ആവിക്ക് നന്നായിട്ട് സെറ്റപ്പ് ആയി വരുന്നുണ്ട്. ഈ സമയം കൊണ്ട് നമുക്ക് ബാലൻസ് നമ്മുടെ വെജിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റും പിന്നെ എന്താ പറയുക ക്യാബേജൊക്കെ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്ക് ആ വെജിൻ്റെ കാര്യങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ കാര്യങ്ങളൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓഫാക്കിയതാണ്, ഫാൻ ഒന്ന് ഓഫാക്കിയാണ്. അതൊക്കെ സൗണ്ട് കുറവായതുകൊണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബാലൻസ് ഞാൻ ആദ്യം പറഞ്ഞ പോലെ വെജിയുടെ കാര്യങ്ങൾ ചെയ്യാനുള്ള കാര്യങ്ങൾ റെഡിയാക്കാനായിട്ട് പോകുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും ക്യാരറ്റിൻ്റെ ഒക്കെ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അതുപോലെ തന്നെ ക്യാബേജും ജസ്റ്റ് അരിഞ്ഞെടുക്കാനുണ്ട്. പിന്നെ നമ്മൾ അതിനോടൊപ്പം തന്നെ നമ്മൾ കുറച്ച് എന്താ പറയുക നമ്മുടെ നാട്ടിലെ കടലയില്ലേ ചിക്ക് പീസ്, അതും കൂടെ നമ്മൾ ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മാവും കൂടെയാണ് നമ്മൾ ചേർക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതൊക്കെ നമ്മുടെ കഞ്ഞി അടുപ്പിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊന്ന് ഊറ്റി വെക്കാം.
ഞാൻ കഴിഞ്ഞ ദിവസം പുറത്ത് പോയി മേടിച്ച് തുളപ്പാത്രം കേട്ടോ. നമുക്ക് ഒരാളല്ലേ ഉള്ളൂ, അപ്പോൾ അതുകൊണ്ട് കുഞ്ഞു തുളപ്പാത്രം മേടിച്ചു. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഈസി. അപ്പോൾ ചോറുണ്ടാക്കിയിട്ട് അത് ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് വെള്ളത്തിലെല്ലാം പോയിക്കോളും, വെള്ളമെല്ലാം ഒന്ന് കിട്ടിക്കോളും. അപ്പം അതാകുമ്പോൾ എളുപ്പമുണ്ട്. നമുക്കതൊന്ന് മേടിച്ച് കൊടുക്കാം. അരി കുറവാണെങ്കിൽ കുറച്ച് സാധാരണ കുറച്ച് കൂടുതൽ ചോറുണ്ടാക്കി വരുന്നത്. പക്ഷെ ഇന്ന് അരി കുറവാറുന്നത് അത്ര ഉണ്ടാക്കിയിട്ടുള്ളൂ. അത്യാവശ്യം ഒരു നേരത്തേക്ക് കൊണ്ടാകുന്നത്. പിന്നെ നമുക്ക് സൗകര്യം ഉണ്ടാക്കാമല്ലോ. അപ്പോൾ നമ്മുടെ ചൂടൻ ചോറൊക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഞാനത് തുളപ്പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കനൊക്കെ സെറ്റപ്പ് ആക്കിക്കൊണ്ടിരിക്കുകയാണ്. തുറക്കാം. കണ്ടോ, അടിപൊളിയായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് സമയം എടുക്കും. നമുക്കത് സെറ്റപ്പാക്കി എടുക്കാൻ വേണ്ടിയിട്ട് സമയം വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ശരിയായി വരുമ്പോഴത്തേക്കും നമുക്ക് അത്യാവശ്യം വേണ്ടത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ നമ്മുടെ ക്യാരറ്റും നമ്മുടെ ക്യാബേജും കൂടെ സെറ്റപ്പ് ആക്കി എടുക്കാം. അപ്പോൾ അതിന്റെ തൊലി ഒന്ന് കളഞ്ഞ് ആദ്യം എടുക്കാം. നമ്മുടെ വെജ് ഉണ്ടാക്കാൻ വേണ്ട ക്യാരറ്റിന്റെ തൊലി വേണം. അത് നമ്മളൊന്ന് ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാകുന്നുണ്ട്. 2 ക്യാരറ്റ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ മൊത്തം വേണ്ടി വരില്ലായിരിക്കും, കുറച്ച് മതി. കാരണം എനിക്ക് മാത്രം ഉണ്ടാക്കുന്നുള്ളൂ, മാത്രമേ ഉള്ളൂ. ഞാൻ ഈ ക്യാരറ്റ് ചുമ്മാ തിന്നാൻ വേണ്ടി മേടിച്ചു വെച്ചേക്കണം. പക്ഷെ അതവിടെ ഇരുന്ന് മൊത്തം വാടി തുടങ്ങി. കുറെ തിന്നു, പിന്നെ ഇരിപ്പുണ്ട്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വയ്ക്കുകയല്ലോ. വാട്ടി നമ്മൾ ഇങ്ങനെ ഒരു സ്പെഷ്യലായിട്ട് കാര്യങ്ങൾ ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ചുകൂടി തിന്നാൻ നമുക്കൊരു ഇഷ്ടം തോന്നും. അപ്പോൾ ചിക്കനൊക്കെ റെഡി ആയി വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അത്യാവശ്യം നമ്മുടെ വെജ് ഉണ്ടാക്കാനുള്ള ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതുപോലത്തെ ഒരു കുഞ്ഞു ഗ്രേറ്റ് ഒക്കെ ഒത്തിരി വേണ്ട, ഒരു 1.5 ക്യാരറ്റ് മതി. നല്ല ചെറുതായിട്ട് കിട്ടുന്നത്. ഞാൻ ഗ്രേറ്റർ മേടിക്കുന്നത് എന്റെ ഗ്രേറ്റർ അല്ല, ഇവിടുത്തെ ഗ്രേറ്ററാണ്. ഞാൻ ഒരു ഗ്രേറ്റർ മേടിക്കാൻ ദിവസം പോയിട്ട് നോക്കിയപ്പോൾ അത് ഒത്തിരി വലുതാണ്. ഒത്തിരി വലുത് നമുക്ക് വേണ്ടല്ലോ, മേടിച്ചല്ലോ. അതുകൊണ്ട് ഇതിന്റെ കൂടെ തന്നെ നമുക്ക് ക്യാബേജും കൂടെ ഗ്രേറ്റ് ചെയ്ത് എടുക്കേണ്ടതാണ്. ക്യാബേജ് ഗ്രേറ്റ് ചെയ്തെടുത്തില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ സത്യമായിട്ട് അരിഞ്ഞെടുത്താലും മതി. ഒരു ക്യാരറ്റ് മതിയെന്ന് എനിക്ക് തോന്നുന്നു. 2 ക്യാരറ്റിന്റെ ആവശ്യമില്ലെന്ന് തോന്നുന്നു. ഞാൻ കുറച്ചുണ്ടാകുന്നുള്ളൂ, എനിക്ക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ കുറച്ചുണ്ടാകുന്നുള്ളൂ. അത് മതി. ക്യാരറ്റ് ശരിയായി. ഇനി നമുക്ക് ക്യാബേജും കൂടെ റെഡിയാക്കാം. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് നമുക്ക് ഇച്ചിരി സവോള ക്യാരറ്റും സവോളയും ക്യാബേജും ഒരു ഇച്ചിരി കൂൺ കൂടെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുണ്ടാക്കുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഇടാം. ഇതിട്ടാലും കട്ടി കുറച്ച് എങ്ങനെയായിട്ട് നോക്കുക കേട്ടോ. വളരെ ചെറുതായിട്ട് ഇട്ടിട്ടുള്ളൂ. ഇനി നമുക്ക് ക്യാബേജിന്റെ ഒരു ചെറിയ പീസ് ഇതുപോലെ തന്നെ, ഒത്തിരി വേണ്ട, ചെറുതായിട്ട് ഇതുപോലെ ചെറിയൊരു പീസ് അതരിഞ്ഞിട്ടാലും മതി. ഗ്രേറ്റ് ചെയ്യണ്ട. ഈ ക്യാബേജ് മേടിച്ചിട്ട് കുറച്ച് ദിവസം ആയായിരുന്നു കേട്ടോ. അപ്പൊ അതിന്റെ ആ ഒരു ഫ്രഷ്നെസ് അങ്ങ് പോയി. ഒരു വാടിയുടെ
ടേസ്റ്റ് ഉണ്ടാവും, പക്ഷെ എന്നാലും ഒരു വാടിയൊരു അന്തരീക്ഷമായിരുന്നു. ഇനി എന്തെങ്കിലും നമുക്ക് മഷ്റൂമും മുട്ടയും കൂടെയാണ് പൊടിച്ചിട്ട് മിക്സ് ചെയ്യേണ്ടത് കേട്ടോ. പിന്നെ കടലയും കൂടെ ഇടാനുണ്ട്. ഒരു 2 മുട്ട ഇട്ട് കൊടുക്കാം. വലിയ മുട്ട. വലിയ മുട്ട ഉണ്ടാക്കി ഇട്ടു. ഞാൻ വെക്കുന്ന സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. സ്റ്റേജ് വഴി നമുക്ക് കൊടുക്കാം. അപ്പൊ അതിന്റെ കൂടെയൊക്കെ നമ്മൾ ഇച്ചിരി ഉപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ഇച്ചിരി തേങ്ങയുടെ ഷ്രെഡഡ് കോക്കനട്ട് ഇല്ലേ, തേങ്ങ ചിരട്ടിയതോ ഷ്രെഡഡ് കോക്കനട്ട് എന്തിനുണ്ടെങ്കിൽ അത് കൊടുക്കാം. പിന്നെ നമുക്ക് കുരുമുളകിന്റെ പൊടി, ഒത്തിരി വേണ്ട, അത്യാവശ്യം നമുക്ക് എരിവിന് അനുസരിച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് കടല വേണമെന്നുണ്ടെങ്കിൽ ഓപ്ഷനിലാണ്. കടല ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. കടല ഇടുമ്പോൾ നമ്മൾ ഇച്ചിരി കൂടെ ഒരു എന്താ പറയാ പിടുത്തം, ഒരു മുറുക്കം കിട്ടും. ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് ഒരു ഇച്ചിരി പൊടി ഇട്ട് കൊടുക്കണം. ഒന്നെങ്കിൽ മൈദമാവോ അല്ലെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി, എന്തിനാണെങ്കിലും മതി. അപ്പോൾ നമ്മൾ ബജി ഉണ്ടാക്കുമ്പോഴൊക്കെ മിശ്രിതം ഉണ്ടാക്കി വെച്ചേക്കാണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തേക്കുന്ന സാധനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാരറ്റ് അതുപോലെ തന്നെ നമ്മുടെ ക്യാബേജ്, ചെറിയൊരു സവോള, കുറച്ച് കോക്കനട്ട്, 2 എഗ്ഗ്, ഇത്രയും കാര്യങ്ങൾ ചേർത്തിട്ടാണ് നമ്മളിത് കുഴച്ച് വെച്ചേക്കുന്നത്. ഇതിനകത്തേക്ക് നമുക്ക് അത്യാവശ്യം വേണ്ട നമ്മുടെ പൊടി, ഒന്നെങ്കിൽ ഗോതമ്പ് പൊടിയോ അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും പൊടി, അരിപ്പൊടി ആണെങ്കിലും എന്തെങ്കിലും ചേർത്ത് കൊടുക്കുക. അരിപ്പൊടി വേണ്ട, ഗോതമ്പ് പൊടി അല്ലെന്നുണ്ടെങ്കിൽ മൈദമാവ് ചേർത്ത് കൊടുക്കുക കേട്ടോ. നമ്മൾ ഉണ്ടാക്കിയ ആ ഒരു കൂട്ട് കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഇത് ബേക്ക് ഉണ്ടാക്കാനുള്ളതിനകത്തേക്ക് നമ്മൾ അത്യാവശ്യം വേണ്ട മാവ് നമ്മൾ ഇട്ട് കൊടുക്കുക. മാവ് എന്തെങ്കിലും പൊടി, ഒന്നെങ്കിൽ ഗോതമ്പ് പൊടി അല്ലെന്നുണ്ടെങ്കിൽ മൈദമാവ് എന്തെങ്കിലും നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതിട്ട് കൊടുത്തിട്ട് നമുക്ക് അതിട്ട് കൊടുക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഉറക്കം കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഉറക്കം കിട്ടാൻ വേണ്ടി നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ച് വരട്ടെടുക്കണം. അത് കൈകൊണ്ട് ഇച്ചിരി കൂടെ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ മുട്ടയുടെ ഇത് വെള്ളത്തിൻ്റെ ആ വെള്ളം മതി, വേറെ സെപ്പറേറ്റ് വെള്ളം ചേർക്കണ്ട. ഇതിനകത്ത് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. മഷ്റൂം ഞാൻ ഇടാമെന്ന് പറഞ്ഞു, പക്ഷെ മഷ്റൂം ഇടുന്നാന്ന് വിചാരിച്ചു. പിന്നെ ഒന്ന് എന്താ പറയാ, ആ ഒരു ആഗ്രഹം മാറ്റി. അപ്പൊ നമ്മൾ അത്യാവശ്യം വേണ്ട കാര്യങ്ങൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അത്യാവശ്യം വേണ്ട മാവ് ഇട്ട് കൊടുക്കുക. നന്നായിട്ടൊന്ന് കുഴച്ച് വരക്കെടുക്കുക കേട്ടോ. നമ്മൾ മാവ് ഇട്ട് കൊടുക്കുന്നതിന് ആദ്യം പറഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു മുറുക്കം കിട്ടും. അപ്പൊ നമ്മള് കൂടുതൽ ഇട്ട് കൊടുക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല. ആ ഒരു മുറുക്കം വരാൻ വേണ്ടിയിട്ടാണ് ഞാൻ മാവ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഓർക്കുക, മാവിട്ട് നന്നായിട്ട് കുഴച്ചിട്ട്
ഉപ്പുണ്ടെന്ന് നോക്കാം. നന്നായിട്ട് ഉപ്പൊക്കെ വേണം. നന്നായിട്ട് ഉപ്പുണ്ടെങ്കിലാണ് ടേസ്റ്റ് വരുത്തുള്ളൂ. ഉപ്പൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില നമുക്ക് ചേർത്ത് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്, ഓപ്ഷനിലാണ്. പിന്നെ ഞാൻ ചേർന്ന ഇപ്പൊ എണ്ണ വറക്കാൻ നമ്മൾ വറക്കാൻ ഉപയോഗിക്കുന്ന എണ്ണത്തിക്ക് നമ്മൾ ഇട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇങ്ങനെ കുഴച്ച് എടുക്കുക കേട്ടോ. എല്ലാം കുഴച്ചെടുത്തിട്ടുണ്ട്. ഉപ്പ് കുറവാന്ന് തോന്നുന്നു. അപ്പം ഇച്ചിരി നമുക്ക് ഇട്ട് കൊടുക്കാം. ചേർത്ത് നമുക്ക് കുഴച്ചു. നമുക്ക് കയ്യിൽ ഉരുട്ടാൻ പാകത്തിന് പാകമായി കഴിഞ്ഞു പറഞ്ഞല്ലോ നമുക്കിത് നിർത്താം കേട്ടോ. അത്രയും നമ്മൾ ചെയ്യുക. അപ്പൊ ഇത് നമ്മള് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഏകദേശം നമ്മുടെ ക്യാരറ്റ്, ക്യാബേജ്, ഒരു ചെറിയ ഉള്ളി, 2 എഗ്ഗ്, അത്യാവശ്യം വേണ്ട കുരുമുളകിന്റെ പൊടി, അതുപോലെ തന്നെ നമ്മുടെ എണ്ണ അരിച്ച് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ട അത്യാവശ്യം നമുക്ക് വേണ്ട മാവ്, ഏത് മാവാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഗോതമ്പ് മാവാണെങ്കിൽ ഗോതമ്പ് മാവ് ഇല്ലെന്നുണ്ടെങ്കിൽ മൈദമാവാണെങ്കിൽ മാവ്, അത് ഏതെങ്കിലും ഒരു മാവ് ഇട്ട് കൊടുക്കുക. അത് അത്രയും ചേർത്ത് നമ്മൾ കുഴച്ച് വയ്ക്കുക കേട്ടോ. അത്രയും മതി നമുക്ക്. പിന്നെ നമുക്ക് മസാലയുടെ ടേസ്റ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ മസാലകൾ വേണം ചേർത്ത് കൊടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ചിക്കനോട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ചിക്കൻ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അതിനായിട്ട് തൊളിയായിട്ട് നല്ല എണ്ണയിൽ കുടിച്ച് നമ്മളിട്ട ആ മസാലയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ സാധനങ്ങളും ചേർന്ന് നല്ല അടിപൊളി രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. വെള്ളം കുറവാണ്. ഇച്ചിരി വെള്ളം ഇല്ലാന്ന് തോന്നുന്നത് നമുക്ക് ഇച്ചിരി പാലൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. കുറച്ചുകൂടെ നന്നായിട്ട് ആ പാലിലൊക്കെ കിടന്ന് നല്ലതായിട്ട് എന്തുവന്ന് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇതിന്റെ വേവ് ഏകദേശം ആയിക്കൊണ്ടിരിക്കുവാണ്. ചട്ടി നിറച്ചുണ്ടായിരുന്നു. ഇപ്പൊ കുറച്ചൊന്ന് ചുങ്ങിയിട്ടുണ്ട്. നന്നായിട്ട് ഇതായി വരട്ടെ. അതോടെ മൂടി വെച്ച് കൊടുക്കാം നമുക്ക്. അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് വറുത്ത് എടുക്കാനുള്ള കാര്യങ്ങൾ വറുത്തെടുക്കും. കുറച്ച് സമയം വെക്കണം നല്ലതാണ്. അപ്പം കുറച്ചൊന്ന് മാറ്റി കുറച്ച് നേരത്തേക്ക് ഒന്ന് വെച്ച് നോക്കിയിട്ടും കുഴപ്പമില്ല കേട്ടോ. അപ്പം കുക്കിംഗ് ചെയ്യുമ്പോഴെപ്പോഴും നമുക്ക് അടുക്കള മെസ്സാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അത്യാവശ്യം നമ്മൾ ക്ലീൻ ചെയ്യാനുള്ള കാര്യങ്ങൾ എന്തായാലും ക്ലീൻ ചെയ്ത് കൊടുത്തിരിക്കുന്നില്ല. ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ലാസ്റ്റ് അപ്പടി വേണമായിരിക്കും. നമുക്ക് അതിനൊന്ന് ക്ലീൻ ചെയ്ത് വിടാം. അപ്പം ഈ കുക്കിംഗ് ചെയ്യുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്ത കാര്യമാണ് ക്ലീനിങ്. ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട്. അന്നേരം ക്ലീൻ ചെയ്ത് വിട്ടില്ലെങ്കിൽ നമ്മുടെ എല്ലാം കൂടെ ഇതൊന്ന് ഇവിടെ നിന്ന് പിടിക്കട്ടെ. നമുക്ക് മാറ്റി വെക്കാതെ വെച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ മാറ്റാൻ ക്ലീൻ ചെയ്തിടാം. ചോറിന്റെ വെള്ളമൊക്കെ പോയിട്ടുണ്ട്. റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി ഗ്രേറ്ററാണ് കേട്ടോ. കുഞ്ഞി ഗ്രേറ്ററാണ്, പക്ഷെ നല്ല മൂർച്ചയുണ്ട്. വേഗം കാര്യങ്ങളൊക്കെ കടന്നു കിട്ടും. നല്ല അടിപൊളി സാധനമാണ്.
അപ്പോൾ നമ്മുടെ കുക്കിംഗ് ഏകദേശം കഴിയാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ വെജി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിനകത്തേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അത്യാവശ്യം നമുക്ക് വേണ്ട എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമില്ല, കുറച്ച് മതി. അത്ര എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് കറിവേപ്പില വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി ഇട്ട് കൊടുക്കാം. കാരണം കറിവേപ്പിലയുടെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കറിവേപ്പില ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ കടയിൽ പോയിട്ട് കറിവേപ്പില മേടിച്ചിട്ടുണ്ടാകും. അപ്പോൾ നമുക്കത് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം, ടേസ്റ്റ് വരാൻ വേണ്ടിയിട്ട്. നല്ല ഫ്രഷ് കേട്ടോ കറിവേപ്പില, ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇട്ട് കൊടുക്കാം. അതൊന്ന് പൊട്ടി വരട്ടെ. അതൊന്ന് പൊട്ടി വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് ഇതിങ്ങനെ നമ്മൾ ഉണ്ടാക്കി വെച്ചാൽ കൂട്ടുണ്ടല്ലോ, ആ കൂട്ട് നമുക്ക് ഏതെങ്കിലും ഷേപ്പിൽ, ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഏതെങ്കിലും ഒരു ഷേപ്പിൽ സെറ്റപ്പായിട്ട് നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. നമ്മൾ സാധാരണ ബജിയൊക്കെ ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ ഇട്ട് കൊടുക്കുക. ഇഷ്ടമുള്ള രീതിയിൽ കയ്യിലൊന്ന് വെച്ച് ഒരു ഒന്ന് പരത്തി ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഇച്ചിരി കൂടെ നല്ല ഷേപ്പിൽ കിട്ടും നമുക്ക്. നമ്മൾ ഇതിൽ ഉണ്ടാക്കിയെടുക്കാം. ഉടഞ്ഞൊന്നും പോകത്തില്ല. ഒന്നത്തെ നമ്മൾ ഓൾറെഡി അതിൻ്റെ കൂടെ എന്തിട്ടുണ്ടല്ലോ, മാവ് ഇട്ടേക്കുന്നതുകൊണ്ട്, ഗോതമ്പ് മാവോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാവ് ഇട്ടേക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര പ്രശ്നം ഉണ്ടാവില്ല. കയ്യിൽ വെച്ചൊന്ന് ഇതാക്കിയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. തീ കുറച്ച് വെക്കണം, തീ ഒത്തിരി ഇട്ടെടുത്ത് നമുക്കിതെല്ലാം ഇങ്ങനെ പുറത്ത് പോയി സമയം കൊടുക്കണം, പെട്ടെന്ന് ആവത്തില്ല. നല്ല മണമാണ് കേട്ടോ, നല്ല അടിപൊളി മണം വരുന്നുണ്ട്. ഇതെല്ലാം ഇങ്ങനെ സെറ്റപ്പാക്കി എടുക്കാം. കുറച്ച് ഇട്ടാൽ മതി, എന്നിട്ട് പിന്നെ അത് തീർത്ത് കഴിയുമ്പോൾ നമുക്ക് ബാലൻസ് ഇട്ട് കൊടുക്കാം. ഒരു സൈഡ് ഒന്ന് സെറ്റപ്പായി വരുമ്പോൾ നമ്മൾ മറു സൈഡും കൂടെ നമ്മളൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. അപ്പം നല്ല ഇതായിട്ട് മരിഞ്ഞു വന്നോളൂ. കണ്ടില്ലേ, നല്ല ഇതായിട്ട് മരിഞ്ഞു. തീ കുറച്ച് വെച്ച് കൊടുക്കുക, അത്രയും കൂട്ടരുത്. തീ കൂടിയിട്ടില്ല, അപ്പം കരിഞ്ഞു പോകാത്ത രീതിയിൽ വറുത്തെടുക്കും. ഇപ്പം ഏറ്റവും കുറച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ക്യാബേജിൻ്റെയും അതുപോലെ തന്നെ ക്യാരറ്റിൻ്റെയും കൂടെ ബെജി നമ്മൾ ഇവിടെ റെഡിയാക്കി വന്നിട്ടുണ്ട്. ഏകദേശം നല്ല ഇതായിട്ട് മരിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ കുറച്ച് കറിവേപ്പിലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്, നന്നായിട്ട് നല്ല മൊരിഞ്ഞ് നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പോഴാണ് കുറച്ചും കൂടെ അറിയാൻ പറ്റത്തുള്ളൂ. നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം കുറച്ച് കഴിയുമ്പോൾ. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെ വറുത്ത് കോരിയെടുക്കാൻ നമ്മുടെ ടൈം ഇപ്പോൾ രാവിലത്തെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേക്കൊണ്ട്, രാവിലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നേക്കൊണ്ട് നമുക്ക് സമയമില്ല. അപ്പോൾ ബാലൻസ് ഉള്ളത് നമുക്ക് ഇപ്പം അത്യാവശ്യം എനിക്കുള്ളത് മാത്രം മതിയില്ല, വേറെ ആർക്കും കൊടുക്കാനില്ല. അപ്പം വേറെ ആർക്കും നമുക്ക് ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ബാലൻസ് ഉള്ള നമ്മൾ ഈ കൂട്ട് നമ്മൾ വൈകിട്ടത്തേക്ക് എപ്പോഴെങ്കിലും നമുക്കൊന്ന് ആക്കിയെടുക്കാൻ വേണ്ടി എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും. കാരണം എല്ലാം കൂടെ വറുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ ഉറങ്ങണം, ഉറങ്ങിയിട്ട് വേണം നമ്മൾ കടയിലൊക്കെ ഒന്ന് പോകാനൊക്കെ ആയിട്ട്. അപ്പം അതുകൊണ്ട് എല്ലാം കൂടെ വറുത്ത് പോകാനാണെന്ന് സമയമില്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാം കൂടെ സെറ്റപ്പാക്കിയിട്ടൊരു അലുമിനിയം ഫോയിലിൽ എടുത്ത് വെക്കാൻ പോകും. അപ്പോൾ നമുക്ക് സമയമുള്ള പോലെ എപ്പോഴാണ് നമുക്ക് ഉണ്ടാക്കി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ അത്യാവശ്യം വേണ്ടത് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഞാൻ വറുത്ത് വെച്ചിട്ട് വറുത്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ച് ഒന്ന് സെറ്റപ്പാക്കി അതിൻ്റെ ഒരു വേവായി കഴിയുമ്പോൾ നമുക്കത് മാറ്റാം. ചോറും അതുപോലെ തന്നെ നമ്മുടെ ചിക്കനും നമ്മുടെ വെജിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒന്ന് കഴിച്ചാൽ മതി. കഴിച്ചിട്ട് കുറച്ച് നേരം കിടന്നുറങ്ങിയിട്ട് വേണം ബാലൻസ് കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം നമ്മുടെ ഈ ചെറിയ റെസിപ്പി എന്താ പറയുക, നമ്മുടെ ക്യാബേജ് അല്ലെന്നുണ്ടെങ്കിൽ ക്യാരറ്റിന്റെ കൂടെ ഉണ്ടാക്കി നമ്മൾ എഗ്ഗൊക്കെ ചേർത്തുണ്ടാക്കിയ ഈ ഒരു വെജ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യു സബ്സ്ക്രൈബ് മൈ ചാനൽ, സപ്പോർട്ട് മൈ ചാനൽ.
I do definitely upload a lot of videos regarding food, travel, pilgrimage, reviews and so on. So നിങ്ങൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുവാണ്. ഈ ഒരു പ്രത്യേക ഒരു കാര്യം നിങ്ങൾക്ക് പ്രത്യേകം ഇഷ്ടപ്പെടുന്ന വിചാരിക്കുവാണ്. സോ ഇവിടെയും കണ്ടിട്ട് നമ്മൾ ഉണ്ടാക്കിയതല്ല, നമ്മുടെ ഒരു ഐഡിയ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കി നോക്കിയതാണ്. ഇതിന്റെ ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് ഗുണമുള്ളൂ. അപ്പം മസ്റ്റായിട്ട് നമ്മൾ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ ഇങ്ങനെ ചെയ്ത് ഉണ്ടാക്കി നോക്കി പഠിച്ചല്ലേ ടേസ്റ്റ് ചെയ്യുന്ന എല്ലാവരും. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വിചാരിക്കണം. ചെറിയൊരു കുഞ്ഞ് ഡിഷ് ഉണ്ടാക്കി കാണിച്ചത്. സോ ടു സബ്സ്ക്രൈബ് മൈ ചാനൽ ആൻഡ് സപ്പോർട്ട്. I was actually thinking about to make something very unique, something like this before. I mean, for a long time, and finally I did experience it and I did prepare it. So I'm really happy for it. And if you like my cooking and my channel, do subscribe and support. And I'm going to upload a lot of videos regarding all these contents on the way. So this is Justin Lewis signing off from Maluva. On the way, there are a lot of other videos that are coming. Okay, so this is Justin Lewis. Bye bye. എന്തായാലും പറയാതിരിക്കാൻ പറ്റില്ല, പേജ് നല്ല അടിപൊളിയായിട്ട് നോക്കുക. ആദ്യമായിട്ട് ഉണ്ടാക്കി നോക്കിയാണോ നല്ല രസമാണ്. ഉണ്ടോ ക്യാരറ്റ് കൊണ്ടും അതുപോലെ നമ്മുടെ ക്യാബേജും തട്ടി വെച്ചിട്ടുള്ളത് മസാല ട്രൈ ചെയ്യണം, അടിപൊളിയാണ്. Try on top. അപ്പോൾ നമ്മുടെ വിഭവങ്ങളൊക്കെ നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയതാണ് എല്ലാ കാര്യങ്ങളും. അപ്പോൾ എല്ലാ കാര്യങ്ങളും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കന് റെഡി ആയിട്ടുണ്ട്. വെജുണ്ട്, പിന്നെ നമ്മുടെ പ്രോൺസിൻ്റെ അച്ചാർ എല്ലാം റെഡിയായിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റ്, നല്ലൊരു ടേസ്റ്റ് ആട്ടോ. ചിക്കൻ്റെ എല്ലാം അങ്ങനെ പോയി പോകണം. പൊളി.